ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബൺ മസ്കയും ഇറാനി ടീയും. ഇതിന്റെ ട്രെൻഡ് കഴിഞ്ഞെങ്കിൽ നമ്മൾ ഇപ്പോഴാണ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ. ഗൈസ്, നമുക്ക് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ടീ ആണ്. ഇറാനി ടീ ഇത് റിയലാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് വേണ്ട ഷുഗർ, പിന്നെ ഏലക്ക, പിന്നെ ടീ ബാഗ്, പിന്നെ ജിഞ്ചർ നമുക്കിനി ചതയ്ക്കണം ഇത്. അപ്പം പിന്നെ ബൺ മസ്കയുടെയാണ്, ബണ്ണിൻ്റെയാണ്. അപ്പം നമ്മൾക്കത് പിന്നെ കാണിക്കാം. വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ഇനി നമുക്ക് ഇഞ്ചി ചതയ്ക്കാം. ഓക്കെ, ഞങ്ങളപ്പം ഈ സംഭവത്തിൽ ഇതിനകത്ത് നമ്മൾ 3 പേരുണ്ട് ഇവിടെ. അപ്പം 3 ഗ്ലാസ് വെള്ളമാണ് ഞാനകത്ത് ഒഴിച്ച്. 3 ഗ്ലാസ് വെള്ളം ഒഴിക്കണം കൃത്യം. ആൻഡ് ഇനി നമുക്ക് ഇതിലേക്ക് എല്ലാ സാധനങ്ങളും ആഡ് ചെയ്യണം. ഏലക്ക ചതയ്ക്കാം. ഏലക്ക രണ്ടെണ്ണം മതി. രണ്ടെണ്ണം മതി. ഓക്കെ, 2 എടുക്കാം നമുക്ക്. 2 ഏലക്ക എടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. ചതച്ച് വെച്ച ഏലക്കയാണ് ഫസ്റ്റ് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇടുന്നത്. ഓക്കെ, നമ്മളപ്പോൾ നമുക്കിനി ചതച്ച് വെച്ച് ഇഞ്ചി ഇടാം. വരുന്നില്ല ഗൈസ്. ഓക്കെ, നമുക്കിത് ഇഞ്ചി വരുന്നില്ല ഗൈസ്. ഇടാം. ഓക്കെ, ഇട്ടിട്ട് നമുക്കിനി ഇളക്കി കൊടുക്കാം. ഇവിടെ വെള്ളം നിലച്ചിട്ടുണ്ട്. സോ നമുക്ക് അതിനകത്തിലേക്ക് ടീ ബാഗ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് പിന്നെ നമ്മൾ എടുക്കും കേട്ടോ. തിളച്ചിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ ടീ ബാഗ് ഇട്ട് കൊടുക്കണം. നമ്മുടെ വീട്ടിലുള്ള എണ്ണത്തിനനുസരിച്ച്, ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് എടുത്താൽ മതി. ഓക്കെ, അത്രയും പാലെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നതെന്ന് പറയുമ്പോൾ മിൽക്ക് മെയ്ഡാണ്. കണ്ടൻസ്ഡ് മിൽക്ക് അഥവാ മിൽക്ക് മെയ്ഡാണ്. നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ ആയാലും എടുക്കാം. ഞാൻ ഇതിനകത്ത് പാലും മിൽക്ക് മെയ്ഡും ഒഴിച്ചിട്ടുണ്ട്. നോക്കിക്കോളൂ, പാലും മിൽക്ക് മെയ്ഡും ഒരു 3 ടീസ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചിരിക്കുന്നത് ഞാൻ ഇതിനകത്ത്. അപ്പം മധുരത്തിന് ആവശ്യം ഇനി ഇതിലും അളവ് കൂടുതലാണെങ്കിൽ നമുക്ക് 5 or 6 മിൽക്ക് മെയ്ഡ് ടീസ്പൂൺ ഓഫ് മിൽക്ക് മെയ്ഡ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇവിടെ കാണാം, നമ്മൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് അല്ലെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് നല്ലപോലെ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണല്ല, എന്തായാലും നമ്മുടെ ബൺ മസ്കൊക്കെയുള്ളൊരു ഒരു സംഭവം ഉണ്ടാക്കാൻ പോണ ക്രീം. സോ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഇവിടെ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ബണ്ണില്ല. ഞാൻ പറയുന്നത് ഈ കണ്ടൻസ്ഡ് മിൽക്ക്, വാനില എസൻസ്, പിന്നെ ഇത് ഞാനിപ്പോൾ സ്പ്രെഡാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും വേണ്ടത് ബട്ടറാണ്. ഞാൻ സ്പ്രെഡാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ സാൾട്ടില്ല, ഒന്നുമില്ല, ബട്ടർ പോയിരിക്കുന്ന സ്പ്രെഡാണ്. പിന്നെ നമുക്കിവിടെ വേണമെങ്കിൽ വിസ്കി എടുക്കാം, അല്ലെങ്കിൽ ഈ സാധനം എടുക്കാം. ഇപ്പം 3 പേർക്ക് ഞാൻ അത്യാവശ്യം ഇച്ചിരി ഏറെ സ്പ്രെഡ് എടുത്തിട്ടുണ്ട്. സ്പ്രെഡ് നന്നായിട്ട് വേണം. പിന്നെ ഞാനിനി ഒഴിക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. സോ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ ഗൈസ്, ഇനി ലാസ്റ്റ് കണ്ടൻ്റായിട്ട് ഇത് വരുന്നതെന്ന് പറയുമ്പോൾ വാനില എസൻസ് ആണ്. വാനില എസൻസ് വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇത്രയും വെച്ച് നിർത്തുക. ഞാൻ ഒത്തിരി മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം മിൽക്ക് മെയ്ഡ് നല്ലപോലെ വേണം. വാനില എസൻസ് ഒരു ശകലം എടുക്കാവൂലെ, കഴിച്ചു പോകും. ഇത്രയും ഡ്രോപ്സ് എടുക്കാവൂ, ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നല്ല പാടുണ്ട്, തെറിച്ച് പോകുന്നുണ്ട് ചെറുതായിട്ട്. സ്പൂണെടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ബണ്ണിനകത്ത് തേക്കണം. ബണ്ണെടുക്കാം.
ആദ്യത്തെ ബൺ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ലതായിട്ടൊന്ന് പെർഫെക്റ്റ് ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കണം. ഓക്കെ, നമുക്ക് ഇതിനകത്തിൽ കുറച്ച് ഇതെടുത്തിട്ട് സാധനം എടുത്തിട്ട് നമ്മുടെ ക്രീം എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ ഇച്ചിരി വീണ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഇച്ചിരി എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇനിയുണ്ട്, ഇത് മാത്രമല്ല, ഇത്രയും ചെയ്താൽ പോരാ. നമ്മളിത് ക്ലോസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യില്ല, അതിന് മുന്നേ ഞാനിപ്പോൾ ഓർത്തതേ ഉള്ളൂ, ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഓക്കെ, നമ്മളിത് ക്ലോസ് ചെയ്തിട്ട് ഇനിയുണ്ട് പരിപാടി. നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ തേച്ച് കൊടുക്കണം. അതാണ് നമ്മുടെ ബൺ മസ്കയുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഇച്ചിരി സ്റ്റിക്കി ആയിട്ടുള്ള, ഞങ്ങൾ ചെയ്തപ്പോൾ അത് സ്റ്റിക്കി ആയിട്ട് വന്നില്ല, ഒട്ടിയിരിക്കണം. ഇതിപ്പോൾ തന്നെ പോവാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ സ്പ്രെഡ് എടുത്തുകൊണ്ടായിരിക്കും അങ്ങനെ പറ്റുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ എടുക്കാം, ബട്ടർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, 3 ബണ്ണും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചായ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധനം എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് പിടിച്ചു കൊടുക്കാം. ഇത്ര മതി. നമുക്ക് ഇതിലും കൂടെ ഈ ഒരു സെയിം അളവിൽ നമുക്ക് ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സെയിം അളവിൽ തന്നെ എടുക്കുക. ഞാൻ ഇപ്പോൾ ഒഴിച്ച അതേ അളവിൽ തന്നെ എടുക്കുക. ഇതിപ്പോൾ ഈ അളവിലുള്ള ഗ്ലാസ് ആണെങ്കിലും വലിയ അളവിലുള്ള ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ കൂടുതൽ എടുക്കാൻ പറ്റും. കട്ടൻ അത്ര ഒഴിക്കാവൂ. ഓക്കെ, ഇവിടെയും കൂടെ മതി. നമുക്ക് പക്ഷേ ഇതിനകത്ത് ഇച്ചിരി പാൽ കുറഞ്ഞു പോയി. നമുക്ക് ഇച്ചിരി പാൽ ഒഴിച്ചു കൊടുക്കാം. എനിക്ക് പാട ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പാട എടുക്കത്തില്ല. ഓക്കെ സോറി, അത് മതി. നമുക്ക് ഇനി ഒരു സ്പൂൺ, ജസ്റ്റ് ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. നമ്മുടെ ബൺ മസ്കയും മിറാനി ടീമിൻ്റെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ബൺ മസ്ക തിന്നു നോക്കാൻ പോവാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഓക്കെ, നമുക്ക് ഈ ബണ്ണ് എടുക്കാം. നമുക്കിത് ഇങ്ങനെ ചായയിൽ മുക്കി തിന്ന് നോക്കാം. ഓക്കെ, കൊള്ളാം ഗൈസ്, സൂപ്പറാണ്. നിങ്ങൾ വീട്ടിലൊക്കെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇതൊക്കെ ട്രെൻഡ് കഴിഞ്ഞെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് വീട്ടിൽ. വാനില എസൻസ് ഒക്കെ ആഡ് ചെയ്ത് സൂപ്പറായിരിക്കും. നിങ്ങൾ കഴിച്ച് നോക്കുക. അതിനുശേഷം അഭിപ്രായങ്ങൾ പറയുക.
ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.